മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടത്ത് ഭൂമി തട്ടിപ്പ് നടത്തിയ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്ത്. തട്ടിയെടുത്ത ഭൂമി കൈവശം വെച്ചിരുന്നതും ഇസ്മായിൽ മുത്തേടമെന്ന് വസ്തുവിന്റെ നോട്ടക്കാരൻ മരക്കാർ പുതിയത്ത്. ഭൂമിയിലേക്ക് റോഡ് നിർമ്മിച്ചതും ഇദ്ദേഹമാണെന്ന് മരക്കാർ പുതിയത്ത് പറയുന്നു. യൂത്ത് ലീഗ് എറണാട് ജനറൽ സെക്രട്ടറി പി മുനീറിന്റെ കുടുംബസ്വത്താണ് ഇത്തരത്തിൽ തട്ടിയെടുത്തത്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ജപ്തി ചെയ്ത് പോയിട്ട് ഇസ്മായിലിന്റെ കയ്യിലായിരുന്നു. ഇപ്പൊ അയാൾ ഇവിടെ കട്ടക്കള നടത്തിയിരുന്നു. അത് കുറെ കാലം മൂപ്പര് ജപ്തി ചെയ്ത് പോയിട്ട് ലേലം വിളിച്ചെടുത്തിട്ടു. എന്നിട്ട് മൂപ്പരെ കയ്യിൽ നിന്ന് ഇപ്പൊ നമ്മളെ മറ്റേ ഇയാളാണ് പെരുവപ്പാറ നെല്ലിക്കുത്തിലെ റോഡ് ഇസ്മായിൽ ഉണ്ടാക്കിയാണ്. അന്ന് അവിടുന്ന് ഇങ്ങോട്ട് സ്ഥലം അവിടെ ഇറങ്ങുന്നിടത്തൊന്ന് മൊത്തത്തിൽ സ്ഥലം വാങ്ങി കറണ്ടൊക്കെ ഇതിലേക്ക് ഓൺ കൊടുക്കുന്നതാണ്. അതിപ്പോ കുറച്ചു കാലമായി. ഇപ്പൊ കുറച്ചു കാലമായിട്ടുള്ളത് വിറ്റിട്ട്. നേരത്തെ റോഡില്ലായിരുന്നു. നേരത്തെ ഇതിലൊരു വരമ്പായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ ഇത് മൂപ്പര് ലേലം വിളിച്ചെടുത്ത് ഇതിൽ കുറേ പണികളും കാര്യങ്ങളും റബ്ബറൊക്കെ ആയിരുന്നു ഇതിലുണ്ട്. റബ്ബർ മുറിച്ച് ഇതിപ്പോൾ ഇയാൾ എടുത്തിട്ട് റബ്ബർ മുറിച്ചാണ് മറ്റേ നമ്മളെ നെല്ലിക്കുത്തിലെ അയാൾ മുറിച്ചാണ്ട് ഇപ്പോൾ ഒക്കെ ഇങ്ങനെ സ്പ്ലോട്ടാക്കി അവിടെ ഇട്ടൊക്കെയാണ്. ഈ സെഡൊക്കെ അതിലുണ്ടായിരുന്നു. ഇസ്മായിലിൻ്റെ ഉണ്ടാക്കിയ സെഡുകളാണ് ഇതൊക്കെ. ഇതിൽ പണിക്കാരും ഉണ്ടായിരുന്നു കുറേ. ഇപ്പോൾ പണിക്കാരൊക്കെ പോയപ്പോൾ അത് വിറ്റു. എന്തൊക്കെ കാട്ടി പിന്നെ അങ്ങനെ പോയക്കാണിത്. എന്താണെന്ന് കറക്റ്റ് പിന്നല്ലേ നമുക്കറിയില്ല. മൂത്തേടെ ഇസ്മായിലിൻ്റെ എടുത്തിരുന്നത് ഇപ്പോൾ സെയ്താജി അറിയുന്നില്ലേ കുത്തില്ല അതാണ് ഇപ്പോൾ സ്ഥലം. അവൻ തന്നെ എന്നെ ഏൽപ്പിച്ചു. ഇസ്മായിൽ എടുക്കുമ്പോൾ തന്നെ ഞാൻ ഇവിടെ എന്നത് വെറും പറമ്പായിട്ട് കിടക്കായിരുന്നു. നെല്ലുണ്ടാക്കിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇത് റബ്ബർ വെച്ചാൽ റബ്ബറൊക്കെ മുറിച്ച് പോയതല്ലേ. മലപ്പുറത്ത് നിന്ന് സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, ഈ ലീഗിന്റെ തട്ടിപ്പിന്റെ കഥകൾ ഇങ്ങനെ കാണ്ടമായിട്ട് നീണ്ടുപോവുകയാണല്ലോ. ഇപ്പോൾ മരക്കാർ പുതിയത്ത് എന്താണ് പറയുന്നത്? ഷമ്മി എടക്കരയിൽ ബാലംകുളത്ത് തനിക്ക് ഭൂമിയെ ഉണ്ടായിരുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഈ വാർത്ത പുറത്തു വന്നതിനു ശേഷം ഇസ്മായിൽ മുത്തേടം പറഞ്ഞിരുന്നത്. പക്ഷെ ആ ഭൂമി നോക്കിയിരുന്ന ആളാണ് ഇദ്ദേഹം മരക്കാർ പുതിയത്ത്. ഏതാണ്ട് 20 വർഷത്തിലധികം ആ ഭൂമി കൈവശം വെച്ചിരുന്നത് ഇസ്മായിൽ മുത്തേടമാണ്. അന്നെല്ലാം നോട്ടക്കാരൻ ഇദ്ദേഹമായിരുന്നു, മരക്കാരായിരുന്നു. 500 രൂപയായിരുന്നു ഒരു ദിവസം കൂലി കണക്കാക്കി നൽകിയിരുന്നത്. നേരത്തെ ഒരു വരമ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇസ്മായിൽ മുത്തേടം ഈ ഭൂമി എടുത്തതിന് ശേഷം 10 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. അത് ജില്ലാ പഞ്ചായത്തിന്റെ തുക കൊണ്ടാണ് എന്ന് നേരത്തെ തന്നെ വാർത്ത വന്നിരുന്നു. ഈ സ്ഥലം പിന്നീട് ഇത് പ്രശ്നമാകുമെന്ന് കണ്ടപ്പോൾ മറ്റൊരാൾക്ക് മറിച്ചു നൽകി, നെല്ലിക്കുത്ത് സ്വദേശിക്ക് മറിച്ചു നൽകി എന്നും ഇദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഈ ഭൂമി ഉണ്ടായിരുന്നില്ല എന്ന ഇസ്മായിൽ മുത്തേടത്തിന്റെ വാദം ഇതോടെ പൊളിയുകയാണ്. ഷമ്മി. സ്വാലിഹാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.